മേരി ജോർജ് മാം, ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലെ ഒരു വാർത്തയുണ്ട് കിഫ്ബിയുമായി ബന്ധപ്പെട്ടാണ്. LDF സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചാരണത്തിന് കിഫ്ബിയിൽ 240 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് വാർത്ത. ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. അതായത് LDF സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചാരണത്തിന് കിഫ്ബിയിലെ പണം ഉപയോഗിച്ചു. അത് ധനവകുപ്പ് പരിശോധനയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. 240 കോടിയാണ് കിഫ്ബി വഴി ചെലവഴിച്ചത്. ഇതിൽ 140 കോടിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ പ്രചാരണത്തിനാണ് എന്നാണ് പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തൽ. ഇവയെല്ലാം നിയമപ്രകാരം കിഫ്ബിക്ക് ചെലവഴിക്കാൻ കഴിയുന്നതാണോ എന്നത് പരിശോധിച്ച് നടപടി സ്വീകരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സർക്കാരിന്റെ നേട്ടങ്ങൾ വാട്സാപ്പ് സന്ദേശമായി എത്തിക്കുന്നതിന് കിഫ്ബി 50.87 ലക്ഷം നൽകിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ 2 മാസം പ്രചാരണം നടത്തുന്നതിന് 10.31 കോടി രൂപയാണ് നൽകിയത്. സർക്കാർ അനുകൂല മാധ്യമ വാർത്തകൾ ഓൺലൈൻ വായനക്കാരിൽ മുൻഗണനയായി എത്തിക്കുന്നതിന് 4.41 കോടി ചെലവിട്ടു. ദേശീയപാതയോരങ്ങളിൽ വലിയ ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചതിന് 4.27 കോടി രൂപ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ കിഫ്ബി എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. റോഡ്, പാലം, ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്. ഈ ഫണ്ട് എടുത്തിട്ട് എങ്ങനെയാണ് ഒരു സർക്കാരിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്? വളരെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. അതായത് ശരിക്ക് കേരളം ഇത്ര കടുത്ത ധനപ്രതിസന്ധിയിലേക്ക് പോകാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് കിഫ്ബി വഴിയുള്ള കടമെടുപ്പ്. കിഫ്ബിയെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ടാണ്, കടമെടുക്കുന്നതിനുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാഥമിക ചെലവുകൾ മാത്രമേ, അതായത് CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഈ ചെലവുകളുടെ പ്രധാനപ്പെട്ട അംശങ്ങളിലേക്ക്, അതായത് വിശദാംശങ്ങളിലേക്ക് ഓഡിറ്റിംഗ് ചെല്ലേണ്ട എന്ന തരത്തിൽ കിഫ്ബി ആക്ടിനെ അമെൻഡ് ചെയ്തു 2016. അതിനുശേഷമാണ് ഇങ്ങനെ വായ്പ തുടങ്ങുന്നത്. അപ്പോൾ താങ്കൾ ചോദിച്ചതുപോലെ തന്നെ എന്താണ് കിഫ്ബി? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വായ്പ എടുക്കുക, അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ട സ്പെഷ്യൽ പർപ്പസ് കടമെടുപ്പ് മാധ്യമം, അതാണ്. അപ്പോൾ എന്താണ് ഈ അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ നമുക്കൊന്ന് വിശദീകരിക്കണം. അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ അടിസ്ഥാന സൗകര്യമെന്നും ഭൗതിക അടിസ്ഥാന സൗകര്യമെന്നും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. എന്താണ് സാമൂഹ്യ അടിസ്ഥാന സൗകര്യം? വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലേക്ക് വേണ്ടി വരുന്ന അടിസ്ഥാന സൗകര്യ ചെലവുകൾ, ഇപ്പോൾ സ്കൂൾ ബിൽഡിങ്സ് ആകട്ടെ, മറ്റ് സ്കൂളിലേക്ക് വേണ്ടത്ര ചെലവുകളാകട്ടെ, അങ്ങനെയുള്ളതൊക്കെയാണ് സ്കൂളിൻ്റെ സ്കൂളുമായിട്ട്, കോളേജുമായിട്ട്, അങ്ങനെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന സൗകര്യ വികസനവും. പിന്നെ ആരോഗ്യമേഖല നമുക്കറിയാം, മെഡിക്കൽ കോളേജുകൾ തൊട്ട് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ തൊട്ട് അങ്ങനെയുള്ള എല്ലാത്തരം സംവിധാനങ്ങളുടെയും ഇതാണ്. അപ്പോൾ സാമൂഹ്യ അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല. ഇനി നമ്മൾ മറുവശത്തോട്ട് വരിക, ഭൗതിക അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയുള്ള എല്ലാത്തര അടിസ്ഥാന സൗകര്യ മേഖലയുമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനൊക്കെ വേണ്ടി കടമെടുത്തത് രാഷ്ട്രീയ പ്രചാരണം, അതായത് ആദ്യം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഈ അടുത്ത നാളിൽ വരുന്നു. അതിനുശേഷം ഈ പറയപ്പെട്ട അസംബ്ലി ഇലക്ഷനുള്ള ഇത് വരുന്നു. ഈ 2 പ്രചാരണത്തിനും വേണ്ടി 240 കോടി ചെലവഴിച്ചു എന്നാണ് ആ വാർത്തയിൽ ഞാനും കണ്ടു. അങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർത്തു പോകുന്നു, ഞാൻ പറയാൻ ഓർക്കുന്നത്, മാർക്സ് ഇരിക്കേണ്ടിയിരുന്ന കസേരയിൽ അതായത് മാർക്സ് ഇപ്പോൾ ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നാൽ അടിച്ചു കൊല്ലുന്ന തരത്തിലുള്ള മാർക്സിസ്റ്റ് വിരുദ്ധര്, അതായത് അല്ലെങ്കിൽ ക്രോണി ക്യാപിറ്റലിസ്റ്റുകൾ. ക്യാപിറ്റലിസത്തോടൊന്നും മാർക്സിന് വിരോധം ഉണ്ടായിരുന്നില്ല. ക്യാപിറ്റലിസം വഴിയായിട്ട് പാവപ്പെട്ട തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നതിനെതിരെയാണ് മാർക്സ് നിന്നത്. അപ്പോൾ ആ മാർക്സ് എഴുന്നേറ്റ് വന്നാൽ തന്നെ അടിച്ചു പുറത്താക്കത്തക്ക ആൾക്കാരാണ് ഈ പറയപ്പെട്ട കസേരകളിൽ, കിഫ്ബിയുടെ കസേരയിലും ഭരണ നേതൃത്വത്തിലും ഇരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ കിഫ്ബിയുടെ ഫണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഗവൺമെൻറ്
വായ്പ എടുക്കുകയാണെങ്കിൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ബജറ്റിൽ കടമെടുക്കുന്നത് 3% ബജറ്റിൻ്റെ GDPയുടെ 3% ബജറ്റ് വഴി കടമെടുക്കാൻ അനുവാദമുള്ളത്. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2002, ആ ആക്ട് അനുസരിച്ച് നമുക്ക് കടമെടുക്കാവുന്നത് നമ്മുടെ GDPയുടെ 3% ബജറ്റിൽ കടമെടുക്കാവുന്നത്. അതിന് ഓവർ ആൻഡ് അബോവ്, അതിനും ഉപരിയാണ് ഈ കടമെടുപ്പ്. അപ്പോൾ ഇങ്ങനെ കടമെടുക്കാൻ അവകാശം ഉണ്ടാക്കുന്നതിനാണ് പുതിയ നിയമവും പുതിയ സംവിധാനവും ഒക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഈ കടം അതാണ് നമ്മളെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇങ്ങനെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കാനല്ല ഈ കടം എടുത്തത്, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി മാത്രമാണ് എടുത്തത്. അതാണ് എന്നിട്ട് കൈയിട്ട് വാരി 240 കോടി ഇലക്ഷൻ ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ മാർക്സ് ഇറങ്ങി വന്നാൽ ഇവരെയൊക്കെ അടിച്ചു കൊല്ലും. അതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. അപ്പം എന്നിട്ട് എന്താണ് ചെയ്തത്? നമുക്കറിയാം, ഈ 240 കോടി കൊണ്ട് താങ്കൾ പറഞ്ഞതുപോലെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അതായത് ആദ്യം തന്നെ കിഫ്ബി ആദ്യം കടമെടുക്കുന്നത് CDPQ, അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് ആദ്യത്തെ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു. അവിടെ പിന്നെ 9.73% പലിശയ്ക്കാണ് കിഫ്ബി ആദ്യത്തെ കടമെടുപ്പ് നടത്തുന്നത്. അത് 2185 കോടി എന്നാണ് എൻ്റെ ഓർമ്മ. അതിന് പിന്നെ പലിശ കൊടുത്തതാണ് 9.73%. അതേ സമയത്ത് ബജറ്റിനകത്തെ കടമെടുക്കുകയാണ് എങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൗണ്ടർ വഴിയാണ് കടമെടുക്കുക. അത് 5% താഴെ, ചിലപ്പോൾ 4% താഴെ, ചിലപ്പോൾ 2% വായ്പ കിട്ടും. അങ്ങനെയുള്ളപ്പോഴാണ് 9.73% വായ്പ അങ്ങനെ എടുക്കുന്ന പലിശ, അമിത പലിശയ്ക്ക് എടുക്കുന്ന കടം, ആ ഫണ്ട് അത് ഇവർ വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ചടയ്ക്കുന്നവരെ ഇതിൻ്റെ പലിശയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇതിൻ്റെ ആവശ്യം വരുന്നവരെ ബാങ്കുകളിലൊക്കെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഇട്ടിരിക്കുന്ന ഫണ്ടിൽ നിന്നാണ് 240 കോടി രൂപ എടുത്ത് ഈ അഡ്വർടൈസ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ മുഖം മിനുക്കൽ, പല PR ഏജൻസീസ് ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യമാണ്, ഈ കൺസൾട്ടൻസി സർവീസ് എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് സർവേകളും ഫീൽഡ് വിവരശേഖരണവും കിഫ്ബി നടത്തിയിട്ടുണ്ട് എന്നതും ധനവകുപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഏതൊക്കെ ഏജൻസികളിലൂടെയാണ് നടത്തിയത് എന്നും പണം ഏത് ഹെഡിലാണ് കാണിച്ചത് എന്നുമുള്ള പരിശോധന ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ഇനിയും ഒരുപാട് വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്നാണ്. അതെ, പുറത്ത് കുറേശ്ശെ വന്നിട്ടുണ്ട്. നമ്മൾ അപ്പോഴൊക്കെ പിന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറയപ്പെട്ട സർവേ ഒക്കെ ഡിജിറ്റലായി എങ്ങനെയാണ് പിന്നെ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ എന്താണ് നേട്ടങ്ങൾ, അതായത് കഴിഞ്ഞ 10 വർഷത്തെ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങളൊക്കെ ഉയർത്തി കാണിച്ച ഒരു 3-ാം ഊഴത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആ 3-ാം ഊഴം തരാൻ സർവാത്മന ഈ ഗവൺമെൻറ് അർഹതയുള്ളതാണ്. ആ അർഹതയെ ഉയർത്തി കാണിക്കുക, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അപ്പോൾ അത് വീടാന്തരം എത്തിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സർവേ നടത്തി സഖാക്കളെ അവർക്ക് വേണ്ടത്ര അതിനിടയ്ക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോടതി വരെ ഇടപെട്ടിരുന്നു. അങ്ങനെ സഖാക്കളെ വീടാന്തരം വിടുക. അപ്പോൾ അവർക്ക് വേണ്ട വേതന ചെലവുകളെല്ലാം ഈ ഫണ്ടിൽ നിന്ന്, അങ്ങനെയൊക്കെയാണ് ഈ ഫണ്ട് ചെലവായി പോകുന്നത്. അങ്ങനെയൊക്കെ ചെലവഴിച്ച് അപ്പോൾ ഓർമ്മിക്കുക, എന്തിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു? പിന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്. എന്തിനു വേണ്ടി ചെലവഴിച്ചു? മുഖം മിനുക്കാൻ. അപ്പോൾ ഘടകവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഫണ്ട് ചെലവഴിച്ചിരിക്കുന്നത്. ഇത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, അഴിമതിയുടെ അകത്ത് പെടുത്തേണ്ടതാണ്, ഇവരെയൊക്കെ കയ്യാമം വെച്ച് കൊണ്ടുപോകേണ്ടതുമാണ്. അപ്പോൾ അത് ഗവൺമെൻറ് കൃത്യമായിട്ട് അതിലേക്ക് തന്നെ കണ്ടെത്തും എന്ന് തന്നെ. അതായത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ്, ചാരപ്പണി ചെയ്യുന്നവരല്ല ഇത് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ അന്വേഷണം നടത്തുന്നതെങ്കിൽ ഇവർക്ക് കയ്യാമം വെക്കുക തന്നെ ചെയ്യും. ഇതിൽ പ്രാഥമിക റിപ്പോർട്ട് എന്തായാലും മുഖ്യമന്ത്രിക്ക് ധനവകുപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി സതീഷിന്റെ കയ്യിലാണ് കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തേണ്ടത്. കിഫ്ബിക്കെതിരെയൊക്കെ നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരുന്നതിന് മുൻപ് അദ്ദേഹം നിലപാടെടുത്ത ആളാണ്. അപ്പോൾ ഇനി കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തേണ്ട ഈ കാര്യത്തിൽ. തീർച്ചയായിട്ടും കിഫ്ബി ഒരു ബദൽ ഗവൺമെന്റ് പോലെ പ്രവർത്തിക്കുകയായിരുന്നു കഴിഞ്ഞ 16 വർഷവും. അത് മനസ്സിൽ കണ്ടുകൊണ്ട്, ഇതൊക്കെ കണ്ട് മനം മടുത്തിട്ടാണ് LDF-കാർ പോലും
കോൺഗ്രസിന് വോട്ട് ചെയ്ത് ഈ 102 സീറ്റോടുകൂടി ഗവൺമെൻറ്റിനെ ഭരണത്തിൽ കൊണ്ടുവന്നത്. ആ ജനങ്ങളോട് തീർച്ചയായിട്ടും സത്യസന്ധത കാണിക്കാനായിട്ട് ഗവൺമെൻറ്റിന് കഴിയണം. അങ്ങനെ വരുമ്പോൾ ഈ കിഫ്ബിയെ ഉടച്ചു വാർക്കണം. ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പണം തിരിമറി നടത്തിയവർക്കൊക്കെ കയ്യാമം വെക്കുന്നതിനും നടപടികൾ ഉണ്ടാകണം. എല്ലാ വസ്തുതകളും പുറത്തു കൊണ്ടുവരണം. ഓക്കെ, സതീഷൻ ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് ഇടപെടുമെന്ന് ഇത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം തെറ്റുകൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കും ശ്രീ വി ഡി സതീശൻ എന്ന് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്.